ദിലീപ് കേസിൽ വീണ്ടും വമ്പൻ ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത്. അതായത് അപ്പീൽ നൽകാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ സർക്കാർ അപ്പീൽ നൽകും. അതായത് 1711 പേജുള്ള വിധിന്യായം വായിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അപ്പീൽ നൽകാൻ ഇത്രയും ദിവസം വൈകിയത്. ഇനി അപ്പീലുമായി മുന്നോട്ട് പോകും. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എന്താകും? അതായത് ഡിജിറ്റൽ തെളിവുകളൊന്നും കൃത്യമായി ഈ കീഴ്ക്കോടതി അത് പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പീലിൽ സർക്കാർ നൽകാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ദിലീപ് പിന്നെ കുറ്റക്കാരനാകുമോ, കേസ് പുനരന്വേഷിക്കുമോ? കാരണം കീഴ്ക്കോടതി നടത്തിയ എല്ലാ കാര്യങ്ങളും, വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി നോക്കും. അതിൽ ഏതെങ്കിലും കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഒരു അവ്യക്തത തോന്നിയാൽ മാത്രമേ അത് പിന്നെ പുനരന്വേഷണത്തിനോ അല്ലെങ്കിൽ പിന്നെ കേസ് വീണ്ടും പരിഗണിക്കാനോ ഒക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ അപ്പീൽ നൽകിയതിനു ശേഷം അത് ഫയലിൽ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം 8 വർഷം 2017 ഫെബ്രുവരി 17 നടന്നു. 18നോ 19നോ കേസ് കൊടുക്കുന്നു. അതിനുശേഷം 8 വർഷം കീറി പരിശോധിച്ച് 6 മുതൽ 11 വരെയുള്ള 7 മുതൽ 11 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടൊരു കേസാണ്. അതിൽ 8ാം പ്രതിയാണ് ദിലീപ്. ദിലീപിനെ എന്തുകൊണ്ട് തൂക്കിക്കൊന്നില്ല? ദിലീപിനെ എന്തുകൊണ്ട് ജീവപര്യന്തം നൽകിയില്ല? ഇതാണ് പരാതിക്കാരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. ദിലീപാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ലാലിന്റെ പിന്നെ ഇൻവോൾവ്മെന്റ് അങ്ങനെ അടക്കം പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലൊന്നും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത്, അതേക്കുറിച്ചൊന്നും നിങ്ങൾ പറയരുത്, അതേക്കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ദിലീപിൽ മാത്രമായിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം TV മിനി പറയുന്നത് കേട്ടു, അതായത് അതിജീവിത അഡ്വക്കേറ്റ് പറയുന്നത് കേട്ടു, ഈ പൾസറിനെയും മാർട്ടിനെയും ലാൽ ക്രിയേഷൻസിലേക്ക് കൊണ്ടുവന്നത് ദിലീപാണ്, ദിലീപിന് അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അത് ദിലീപ് അറിഞ്ഞോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അവരങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. ലാലിന്റെ പേരോ മറ്റാരുടെ പേരുകളോ ഇതിൽ ഉണ്ടാകരുത്, ദിലീപിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കണം ഈ കേസ് മുന്നോട്ട് പോയത്. പൾസർ സുനിയോ അടക്കം മറ്റാരെ പുറത്തു വിട്ടാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ദിലീപിനെ തൂക്കിക്കൊള്ളണം എന്നുള്ളതാണ്. ഇതിൽ തുടക്കം മുതൽ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ആരാണ് മാഡം എന്നുള്ളത്. ഈ മാഡത്തിനാണ് ഈ റിങ് കാണേണ്ടത്, ഈ വീഡിയോ കാണേണ്ടത്. മാഡമാണ് ഈ കൊട്ടേഷൻ നൽകിയത്. മാഡത്തിനെ കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ വന്നു. കാവ്യ മാധവനാണ്, കാവ്യ മാധവന്റെ അമ്മയാണ് മാഡം. അങ്ങനെ പല പല പിന്നെ ദുരൂഹതകൾ പല സമയങ്ങളിൽ കേട്ടായിരുന്നു. കാരണം ഈ അതിജീവിതയുടെ ഏറ്റവും വൈരാഗ്യമുള്ളത് പിന്നെ ദിലീപിനും കാവ്യ മാധവനുമാണ്. കാരണം ദിലീപിന്റെ കാവ്യ മാധവന്റെ ബന്ധങ്ങൾ, മെസ്സേജുകൾ അടക്കം ഒക്കെയുള്ള ബന്ധങ്ങൾ ഈ മഞ്ജു വാര്യരുടെ ചെവിയിലേക്ക് എത്തിച്ചത് അതിജീവിതയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ചികഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പല രീതിയിലും പുറത്തു പറയേണ്ടത് വരും. അതുകൊണ്ട് സ്വകാര്യമായ പല കാര്യങ്ങളും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മാഡം ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ മാഡം ചില്ലറക്കാരിയല്ല. സിനിമാ മേഖലയിലെ ഒരു എന്താ പറയുക, സിനിമാ മേഖലയിൽ ഉയർന്ന പദവിയുള്ള ഒരാളാണ് ഈ മാഡം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഈ മാഡം ദിലീപിനെ കൊടുക്കാനോ അല്ലെങ്കിൽ ഈ അതിജീവിതയെ കൊടുക്കാനോ ശ്രമിച്ചതിനപ്പുറം ഈ മാഡത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സിനിമാ മേഖലയെ മുഴുവൻ അടക്കി വാണിരുന്ന ഒരാളാണ് ദിലീപ്. എല്ലാ മേഖലയിലും ദിലീപിന്റെ സ്വാധീനമുണ്ടായിരുന്നു. ഒരു സമയത്ത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപാണ്. ഇപ്പൊ 2020 പോലുള്ള ഒരു സിനിമ എടുക്കുന്നു, പ്രൊഡക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണെങ്കിലും അല്ലെ മറ്റേത് മേഖലയിലാണെങ്കിലും ദിലീപിന്റെ ഒരു വല്ലാത്ത സർവ്വാധിപത്യം ഉണ്ടായിരുന്നു. അത് പലർക്കും വലിയ രീതിയിൽ അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ദിലീപിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയിലേക്ക് വളർന്നു വരാൻ പലരും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ദിലീപ് ഈ രാജ്യവിരുദ്ധ ശക്തികളുമായോ അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കുന്ന രീതിയിലോ ഒന്നും പ്രവർത്തിക്കണം എന്ന് ആലോചിക്കുന്ന ഒരാളല്ല. സിനിമയിൽ അദ്ദേഹം മിമിക്രി കലാകാരനായി വന്നതാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു എന്നൊക്കെ പറയുന്നതിലെ സത്യാവസ്ഥയൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും പിന്നെ അത്തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ പണത്തിന്റെ വില എന്തെന്നറിയാം. ജീവിതത്തിൽ ഒരു നിലയിൽ എത്തണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ 98 തോന്നുന്നു മഞ്ജു വാര്യറുമായുള്ള വിവാഹം. അതിനുശേഷം അദ്ദേഹത്തിന് വലിയ ഉയർച്ചയാണ് ഉണ്ടായത്. മഞ്ജു വാര്യറും ദിലീപും എന്ന് പറയുന്നത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെ വലിയ പ്രണയ ജോഡികളായി മനസ്സിൽ എല്ലാവരും കണ്ടിരുന്ന 2 പേരാണ് ദിലീപ്, മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. ഇപ്പോഴും ദിലീപിന്റെ ഭാര്യയായി മറ്റൊരാൾ അംഗീകരിക്കാൻ കഴിയാത്ത പലരുമുണ്ട്. അത് കാവ്യ, ഇപ്പോഴും ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യറാണ് എന്ന
മനസ്സിലെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അവർ തമ്മിലാണ് ചേർച്ചയുള്ളത്, അവർ തമ്മിലാണ് കാവ്യമാധവൻ ചേരാത്ത ആൾ, അങ്ങനെയല്ല പറയുന്ന പല ആളുകൾ നമ്മളൊക്കെ പലര് സാധാരണക്കാരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും അത് പിരിഞ്ഞു. ദിലീപ് വേറൊരു ജീവിതത്തിലേക്ക് പോയി. മഞ്ജു വാര്യർ പക്ഷേ അവർ പിന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നു. മഞ്ജു വാര്യർ മനഃപൂർവ്വം ദിലീപിനെ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഇത് ദിലീപിനെ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുവരെ ദിലീപിനെ കുറിച്ച് ഒരു വാക്ക് പോലും, ഒരു മോശം വാക്ക് പോലും പറയാതെ, തമ്മിൽ ചെളി വാരി എറിയാതെ, സ്വകാര്യ ജീവിതം വിറ്റ് ജീവിക്കാത്ത, വേണമെങ്കിൽ ഒരു യൂട്യൂബൊക്കെ തുടങ്ങി വെച്ചിട്ട് എന്താണ് തങ്ങൾ പിരിയാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ അത് സ്വകാര്യ ജീവിതത്തെ വിറ്റ് ജീവിക്കാം. ഈ പല ആളുകളും അങ്ങനെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ അങ്ങ് സോഷ്യൽ മീഡിയയിൽ വിളമ്പി യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല. സ്വകാര്യ ജീവിതത്തിൽ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാതെ, അത് അദ്ദേഹത്തിന്റെ അത് എന്റെയും അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ്, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള അവരുടെ ചോദ്യം. അത് പലർക്കും ഒരു പാഠമാണ്. ഭാര്യ ഭർത്താവായി ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എന്താ പറയുക, ഈ പിന്നെ ഇപ്പോൾ എല്ലാത്തിലും വലിയ ഈ മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു ലേഡി കിടന്ന് സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് 24 മണിക്കൂർ ഫുട്ബോൾ മാത്രമേ കാണൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അയാൾ ഇപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്, അയാൾ വീടൊക്കെ വെച്ചു. അതൊക്കെ പറയുമ്പോൾ അവർ കരയുകയാണ്. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ കഴിയാത്തത് കൊണ്ട് ആ ലൈഫ് പോയതാണ്. അത് പിന്നെയും അതിനെ ഇട്ട് ചുരണ്ടി എന്താണ് ഇവർ മോട്ടിവേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അത് മാറട്ടെ. നമ്മളുടെ പൾസർ സുനിയുടെ മാഡം ആര് എന്നുള്ളതാണ് ചോദ്യം. പൾസർ സുനിയുടെ മാഡത്തെ കുറിച്ച് കൃത്യമായി പോലീസിനും പിന്നെ പ്രോസിക്യൂഷനും ഒക്കെ കൃത്യമായ വിവരങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ചില ആളുകളുമായി ബന്ധമുള്ള ആളാണ്. ദിലീപിനോട് ദിലീപിന് വൈരാഗ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് മറ്റ് പലരോടുമാണ് വൈരാഗ്യം. അത് എങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞും ദിലീപിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ മാഡത്തിലേക്ക് ഒരുപക്ഷെ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ച്, സർക്കാർ നൽകുന്ന അപ്പീൽ സ്വീകരിച്ച് മികച്ച ഒരു പ്രോസിക്യൂഷൻ അതിജീവിതയ്ക്ക് വേണ്ടി വന്നു കഴിയുമ്പോൾ ഈ മാഡം പുറത്തു വരും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ മാഡം പുറത്തു വന്നു കഴിയുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവർക്കറിയാൻ, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മാഡവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിവരങ്ങൾ നേരത്തെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരത് പുറത്തുവിടാത്തതാണ്. അത് പൾസർ സുനി കൃത്യമായി പിന്നെ ജയിലിലിരുന്ന് കത്തെഴുതി, ദിലീപാണ് ഇതിന്റെയൊക്കെ പിന്നിൽ, ദിലീപ് എനിക്ക് 3 കോടി രൂപ വാഗ്ദാനം ചെയ്തു. ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ലോക ഫ്രോഡാണ്. അവന്റെ പിന്നെ ലാപ്ടോപ്പിൽ നിന്ന് ഒരുപാട് സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോസ് അടക്കം പിടിച്ചതാണ്. ഇവൻ മഹാനായി, ഞാനൊന്നും ചെയ്തതല്ല, എല്ലാം ദിലീപാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഏതോ ഒരു പാവ കേസ് അതിനെതിരെ പെടുത്തിയതാണെന്ന്. ഇവൻ ലോക ഫ്രോഡാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നത്. സ്ത്രീകളെ ഒരു വീക്ക്നെസ് ആയി, സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു ലോക ഫ്രോഡാണ് ഈ പൾസർ സുനി. അപ്പൊ ഈ പൾസർ സുനി എങ്ങനെയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത, ആരിൽ നിന്നാണ് ഈ പൾസർ സുനിക്ക് ഏറ്റവും ബന്ധമുള്ള ആളാരാണ്, ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതിയിലും സേഫായി ദിലീപ് ഇറങ്ങി വരും. ഈ മാഡം ഒരുപക്ഷെ തൂങ്ങാനുള്ള സാധ്യത ഏറുകയാണ്.